കുഞ്ഞുകുട്ടികളുടെ പ്രത്യേകിച്ച് പ്രായപൂർത്തിയായി പ്രണയമോ വിവാഹമോ ഒക്കെ കഴിഞ്ഞ് കുഞ്ഞു കുട്ടികളുടെ മരണം. ശരിക്കും പറഞ്ഞാൽ 25 വയസ്സിന് താഴെയും 30 വയസ്സിന് താഴെയുമുള്ള കുട്ടികൾ ജീവിതത്തിൽ ജീവിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ പ്രായക്കാരുടെ ഇടയിലെ കുഞ്ഞു കുട്ടികളെന്ന് നമുക്കവരെ വിശേഷിപ്പിക്കാൻ സാധിക്കും. എന്തെങ്കിലും ചെറുതനുഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മനക്കട്ടിയില്ലാതെ തുറന്നു പറയാത്തൊരവസ്ഥയിൽ ആത്മഹത്യയിലേക്ക് പോവുകയും മരണം കീഴ്പ്പെടുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഹൈദരാബാദിൽ വാടക വീട്ടിൽ 21 വയസ്സുകാരിയായ യൂട്യൂബറും സയൻസ് വിദ്യാർത്ഥിനിയും ബോണു കുമാലിയെ തിങ്കളാഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്ത ഇപ്പോൾ വീണ്ടും എല്ലാവരെയും നിശബ്ദമാക്കുകയാണ് എന്ന് പറയുന്നു. കുവൈറ്റിലുള്ള അമ്മയ്ക്ക് ഐ ലവ് യു സോ മച്ച് എന്ന അവസാന സന്ദേശം അയച്ചതിന് തൊട്ടു പിന്നാലെയാണ് മരണം. പ്രണയബന്ധം തകർന്നതിനെ തുടർന്നുള്ള മാനസിക പ്രയാസങ്ങളാണ് മരണകാരണമെന്ന പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ ഉൾപ്പെടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മെസ്സേജുകളും തപ്പി എല്ലാവരും പോകുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ പ്രണയബന്ധം തകർന്നതിനെ തുടർന്നുള്ള മാനസിക പ്രയാസങ്ങളാണ് മരണകാരണമെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ പോലീസ് സംശയിക്കുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെയാണ് കുവൈറ്റിൽ ജോലി ചെയ്യുന്ന അമ്മ ബി സത്യവരലക്ഷ്മി കോമാലി അവസാനമായി സന്ദേശമയച്ചത്. ഇളയ സഹോദരനെ നന്നായി നോക്കണമെന്നും സന്ദേശത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഇളയ സഹോദരനെ അതിയായി സ്നേഹിച്ചിരുന്നൊരു സഹോദരി കൂടിയാണ് ബോണു കുമാലി എന്ന് പറയുന്നു. വളരെയധികം അടുപ്പമുള്ളവർക്ക് അവൾ എത്രമാത്രം അവനെ സ്നേഹിച്ചിരുന്നു എന്ന് നന്നായി അറിയാമെന്നും പറയുന്നുണ്ട്. തുടർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്ന് അമ്മ സുഹൃത്തിനെ വിവരം അറിയിക്കുകയായിരുന്നു. സുഹൃത്തെത്തി വാതിൽ തകർത്ത് അകത്തു കടന്നപ്പോഴേക്കും കുമാലി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ഒരു ഗോവണിയും സാരിയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം സ്വദേശിനിയായ ബോണു കുമാലി ഹൈദരാബാദിലെ ഒരു സ്വകാര്യ കോളേജിൽ BSc പഠിക്കുകയായിരുന്നു. യൂട്യൂബ് വീഡിയോകളിലൂടെ പ്രശസ്തയായിരുന്നു കുമാലി. ഏകദേശം 11 മാസമായി അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കാണ് താമസിച്ചു വരുന്നത്. 27 വയസ്സുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറും സഹ യൂട്യൂബറുമായ ഒരാളുമായി കുമാലിക്ക് 3 വർഷത്തോളം നീണ്ട പ്രണയബന്ധം ഉണ്ടായിരുന്നു. ഈ ബന്ധം തകർന്ന മാനസിക നിലയിൽ സംഘർഷങ്ങൾ ഉണ്ടായതിന് കാരണമാണ് 6 മാസം മുമ്പ് കുമാലി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും പോലീസ് ഇതിനു പിന്നാലെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഒസ്മാനിയ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. കൊമാലിയുടെ ഫോൺ രേഖകൾ, സന്ദേശങ്ങൾ, സുഹൃത്തുക്കളിൽ നിന്നും അയൽവാസികളിൽ നിന്നും മൊഴികൾ എന്നിവ വിശദമായി പരിശോധിച്ച് പോലീസ് കേസ് അന്വേഷിച്ചു വരികയാണ്. ഈ ദാരുണമായ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിലൂടെ പുറത്തുവരുമെന്നാണ് അധികൃതർ കൃത്യമായി തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കൃത്യമായ ചോദ്യം ചെയ്യലിലൂടെയും അതുപോലെ എല്ലാവരോടത്തും ചോദിക്കുന്ന വാക്കുകളിലൂടെയും അവരുടെ മൊഴി വൈരുദ്ധ്യങ്ങളിലൂടെയും തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നും ഇത്തരം കാര്യങ്ങളിൽ തെളിവുകളും മൊഴികളും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല സാക്ഷിയായി മാറുന്നതെന്നും പോലീസ് തന്നെ പറയുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.